മഴവെള്ളം ഒരു അത്ഭുതമാണ്. മലകളിൽ പെയ്യുന്ന വെള്ളം മലകളുടെ ഇടവഴി ഒഴുകി വന്ന് അനേകം ഡാമുകളിൽ വൈദ്യുതി ഉപയോഗിച്ചതിന് ശേഷം അത് അടുത്ത ഡാമിലേക്ക് ഒഴുകി വീണ്ടും അടുത്ത ഡാമിലേക്ക് ഒഴുകി അത് പവർ ഹൗസിൽ കൂടി കയറി കറണ്ട് ഉൽപ്പാദനത്തിന് ശേഷം വന്ന് നിൽക്കുന്ന അവസാനത്തിൽ നിന്ന് രണ്ടാമത്തെ ഡാമായ കല്ലാർകുട്ടി ഡാമിൻ്റെ വൃഷ്ടിപ്രദേശമാണ് ഞാനിത് കാണിക്കുന്നത്. ഈ മഴക്കാലത്ത് വെള്ളം ഇഷ്ടം പോലെ വന്ന് നിറഞ്ഞ് നിന്ന് ഷട്ടറുകളൊക്കെ തുറന്നു വിട്ട് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കല്ലാർകുട്ടി ഡാമിൻ്റെ നിറഞ്ഞിരിക്കുന്ന വെള്ളമാണ് ഈ കാണിക്കുന്നത്. വളരെ ശാന്തമായ രീതിയിൽ നിൽക്കുകയാണ്. ആ ഡാമിലേക്ക് കയറിപ്പോകുന്നൊരു വഴിയാണിത്. ഇത് നേരത്തെ വലിയ വാഹനങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. കമ്പിളികണ്ടം പാപ്പൂർ പങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു റോഡാണിത്. അപ്പോൾ വലിയ വാഹനങ്ങളെല്ലാം പനകുട്ടിക്ക് താഴെ കല്ലാർകുട്ടിക്ക് താഴെയായിട്ട് പാലം നിർമ്മിച്ചല്ലിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പിന്നീട് ആ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെ ചെറുവാഹനങ്ങൾ മാത്രമാണ് ഇതിലിപ്പോൾ കടത്തിക്കൊണ്ടിരിക്കുന്നത്. 5 മൈൽ കുന്നത്തടി അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന ഷോക്കട്ടൊരു വഴിയാണ് ഡാമിന് ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് തുറന്നു വിട്ടിരിക്കുന്ന ഷട്ടർ 5 ഷട്ടറുണ്ട്. അതിൽ 1-2 ഷട്ടറാണ് ഞാനിത് കാണിക്കുന്നത്. ആ വെള്ളത്തിൻ്റെ പവർ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകൾക്കും നേരിട്ട് പോയി ഇത് കാണാനും ഇതിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഇതിൻ്റെ അവസ്ഥ അറിയാനും സാധിക്കാത്ത ഒത്തിരി ആൾക്കാരുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ അവർക്കായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രത്യേക പെർമിഷനൊക്കെ വാങ്ങിച്ച് വേണം നമുക്കവിടെ ചെന്ന് ഇതൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ കണ്ട കാഴ്ചകളാണ് ഞാനിതിൽ പകർത്തുന്നത്. അപ്പോൾ വെള്ളം നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് അത്രയും പവറായിട്ടാണ് വെള്ളം പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല പേടി തോന്നും. നമ്മളതിൻ്റെ അരികിലൊന്നും പോകാതെ സൈഡിലേക്ക് മാറി നിന്ന് വേണം നമ്മൾ നോക്കാൻ. നിലവിൽ ഇത് ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. അവിടെ വേനൽക്കാലമായി കഴിഞ്ഞാൽ ബോട്ട് സർവീസ് അതുപോലെ ഫെഡറൽ അങ്ങനെ ടൂറിസത്തിൻ്റെ ഭാഗങ്ങളായിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ അതുകൂടാണ്ട് വെള്ളം കിടക്കുന്നുണ്ട്. ഒരു അനക്കം പോലും ഇല്ലാതെ വെള്ളം കിടക്കുകയാണിത്. ഇതങ്ങ് മൂന്നാർ, മാട്ടുപ്പെട്ടി, ചെങ്കുളം അങ്ങനെയുള്ള ഡാമുകളിൽ നിന്ന് അവിടെ നിന്നെല്ലാം പവർ ഹൗസുകളിൽ വെള്ളം ഉപയോഗിച്ചിട്ട് വരുന്ന വെള്ളമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെ പല പവർ ഹൗസിലും ഡാമിലും ഉപയോഗിച്ചതിൻ്റെ വെള്ളം ഇവിടെ വരുന്നതുകൊണ്ടാണ് ഇവിടെ പെട്ടെന്ന് തന്നെ വെള്ളം നിറയുകയും അതുപോലെ തുറന്നു വിടുകയും ചെയ്യുന്നത്. ഇവിടുന്ന് ഈ വെള്ളം തുറന്നു വിടുന്നത് നേരെ പനംകുട്ടിക്കാണ് ചെല്ലുന്നത്. അവിടുന്ന് നേരെ കരിമണൽ പവർ ഹൗസിന് വേണ്ടിയിട്ടുള്ള ഡാമിലേക്ക് ചെല്ലും. അത് കഴിഞ്ഞ് നേരുമംഗലം വഴി അത് താഴ്ഭാഗങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. മഴക്കാലമായി കഴിഞ്ഞാൽ മൂന്നാർ അതുപോലെയുള്ള ഒത്തിരി മലമടക്കുകളിൽ മഴ പെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെള്ളം ഒഴുകി വന്ന് ഇവിടെ നിറയും. അപ്പം എല്ലാ ആൾക്കാരും ഇതിലെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഇത് അപ്പുറത്ത് കാണുന്ന കട്ടപ്പന അടിമാലി റോഡിൻ്റെ ഭാഗമാണ് അപ്പുറത്ത് കാണുന്നത്. അവിടെ നിന്നിട്ട് അനേകം ആൾക്കാർ ഇത് കണ്ട് ആസ്വദിക്കുന്നുണ്ട്. ഇത് കണ്ട് എൻ്റെ ഒരു അവസ്ഥ കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. എന്തൊരു നേരം നോക്കി നിന്നാലും നമ്മൾ നോക്കി നിന്ന് പോകും. നമ്മൾ വെള്ളമാണ്, പേടിക്കണം, എങ്കിൽ പോലും നമുക്ക് ദൂരെ മാറി നിന്ന് നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെയുള്ള കാഴ്ചയാണ് നമുക്കിത്. ഭീകരമായുള്ള കാഴ്ചയാണ്. വെള്ളം ഇപ്പോഴത്തെ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് വെള്ളം കൊണ്ട് അനേകം മരണങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. എങ്കിൽ പോലും നമ്മൾ ഈ ഇതുപോലെയുള്ള കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോക്കി നിന്ന് പോകും. അപ്പോൾ അത്രയും ഒരു നല്ലൊരു കാഴ്ചയാണ് ഇത് കാണുന്നത്. ഒത്തിരി ആൾക്കാർ, യാത്രക്കാർ അതുവഴി വന്ന് പോകുമ്പോൾ അവിടെ വാഹനങ്ങളെല്ലാം നിർത്തി അവർ നോക്കി കണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്താണ് അതിലെ യാത്ര ചെയ്യുന്ന ആൾക്കാരെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വർഷകാലത്ത് മാത്രം കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണിത്. വേനൽക്കാലത്തൊന്നും നമുക്കിത് കാണാൻ പറ്റത്തില്ല. മഴക്കാലത്ത് വെള്ളം കൂടുതൽ വന്ന് തുറന്നു വിടുന്ന സമയത്താണ് ഈ 5 ഷട്ടറും അതുപോലെ വെള്ളം വരുന്ന സമയത്ത് മാത്രമേ 5 ഷട്ടറും തുറന്നു വിടാറുള്ളൂ. അല്ലാത്ത സമയങ്ങളിലൊക്കെ ഒരു ഷട്ടറൊക്കെ തുറക്കുള്ള വെള്ളത്തിൻ്റെ വരവനുസരിച്ച് ആണ് ഷട്ടറുകളെല്ലാം തുറന്നു വിടുന്നത്. അപ്പം ഞാനിതിപ്പം നോക്കുന്നത് നമ്മൾ ചെറുതോണിയിൽ നിന്ന് അടിമാലിക്ക് പോകുന്ന റൂട്ട് ഡാമിനടുത്ത് ചെല്ലുന്നതിന് മുമ്പായിട്ട് നമ്മൾ റോട്ടിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കാണുന്ന ഒരു കാഴ്ചയാണിത്. ഈ വെള്ളത്തിൻ്റെ ശബ്ദമെന്ന് പറഞ്ഞാൽ അത്രയും ഘോരമായിട്ടുള്ളൊരു ശബ്ദമാണ്. അപ്പോൾ അതുപോലെ വരുന്ന ആൾക്കാരെ സംബന്ധിച്ച്, ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചും പിന്നീട് കണ്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചും അവിടെ നിന്ന് ഇതുപോലെ വീക്ഷിക്കും. കാരണം വെള്ളം, നമ്മൾ കുടിക്കുന്ന വെള്ളമാണ് ഇത്രയും പവറിൽ ശക്തിയായിട്ട്
ഒഴുകിപ്പോകുന്നത്. ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ ആണെങ്കിലും ഈ മലകളിൽ നിന്നൊക്കെ വെള്ളം ഒഴുകി വരുന്ന സമയത്ത് ഈ മണ്ണുകളും മറ്റുമെല്ലാം ഇടിഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ ലയിച്ച് വരുന്നതുകൊണ്ടാണ് ഈ മണ്ണിൻ്റെ കളറായിട്ട് കാണാൻ പറ്റുന്നത്. ഇത് കല്ലാർകുട്ടിക്ക് താഴെ പുതിയതായിട്ട് നിർമ്മിച്ച കല്ലാർകുട്ടി പാലമാണ്. കൊന്നത്തടിക്ക് പണിക്കൻകുടിക്കും മറ്റും പോകുന്നതിന് വേണ്ടിയിട്ടുള്ള മെയിനൊരു പാലമാണ്, വലിയൊരു പാലമാണ്. ഈ പാലവും നല്ലൊരു കാഴ്ചയാണ്. വരുന്ന ആൾക്കാരൊക്കെ അവിടെ നിർത്തി ഈ പാലം കാണാം. നല്ല ഉയരത്തിലും നല്ല നീളത്തിലുള്ളൊരു വലിയൊരു പാലമാണ്. ആ പാലത്തിൽ നിന്ന് ആൾക്കാർ ഈ വെള്ളം പോകുന്നതെല്ലാം നോക്കും, ഫോട്ടോ എടുക്കും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം പുതുതായിട്ട് നിർമ്മിച്ച ഒരു പാലമായതുകൊണ്ട് ആ പ്രദേശങ്ങളിലുള്ള ഏറ്റവും വലിയൊരു പാലമെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഉയരത്തിലാണ് ആ പാലം സ്ഥിതി ചെയ്യുന്നത്. രണ്ട് മലകളെയും തമ്മിൽ ബന്ധിച്ച്, അതായത് ഡാമിന് മുകളിൽ കൂടി പോകുന്ന ഭാരവാഹനങ്ങളൊക്കെയും അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ഈ പാലത്തിൽ കൂടിയാണ് വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പാലത്തിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കാണുന്ന വെള്ളത്തിൻ്റെ കാഴ്ചകളാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് പനംകുട്ടി ചപ്പാത്താണിത്. കല്ലാർകുട്ടി വഴിക്ക് ഈ വെള്ളം കൊണ്ട് റോഡിടിഞ്ഞ് പോയതിന് ശേഷം വാഹനങ്ങളെല്ലാം ഇതിലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ വെള്ളത്തോട് ചേർന്ന് നടക്കുന്നൊരു ചപ്പാത്താണിത്. കണ്ടമാനം വെള്ളം വരുന്ന സമയത്തിന് മുകളിൽ കൂടി കയറി വെള്ളം ഒഴുകാറുണ്ട്. ആ സമയത്ത് ഈ രണ്ട് സൈഡിലായിട്ട് ആൾക്കാർ നിന്ന് ഈ വഴി ബ്ലോക്കാക്കി മുരിക്കാശ്ശേരി വഴിക്കാണ് വാഹനങ്ങൾ തിരിച്ചു പോകുന്നത്. ഇതിൻ്റെ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് വെള്ളം അതിശക്തമായ രീതിയിൽ വരുന്നു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ പാലത്തിൽ നിന്നാൽ പോലും, അല്ലെങ്കിൽ ചപ്പാത്തിൽ നിന്നാൽ പോലും നമുക്ക് ഭയം തോന്നും. ഒത്തിരി സമയം അവിടെ നിന്ന് നോക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് സെൻട്രൽ ഭാഗത്തു നിന്ന് ഞാൻ പോയി നിന്ന് വീഡിയോ എടുക്കാൻ തയ്യാറാണ്. കാരണം ഏത് സമയത്താണ് വെള്ളം കൂടി വരുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ ചേർന്നാണ് വെള്ളം വന്ന് ഈ ചപ്പാത്തിന് ചേർന്ന് വന്ന് വെള്ളം വന്ന് ഒഴുകുന്നത്. അപ്പോൾ ഈ ചപ്പാത്തിൽ വലിയ വാഹനങ്ങളൊക്കെ ഇപ്പം ഇതിലെ ബസ്സുകളൊക്കെ ഇതിലെ ഇപ്പോൾ തിരിച്ചു വിടുന്നുണ്ട്. അടിമാലിയായിട്ട് മുരിക്കാശ്ശേരി കൂടാതെ പോകാനായിട്ടുള്ളൊരു ഷോർട്ട് കട്ട് വഴിയാണ് പനംകുട്ടി. നല്ല കയറ്റമുള്ള റോഡുകളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും വരുന്ന വാഹനങ്ങളെല്ലാം, അത്യാവശ്യക്കാർ വരുന്ന വാഹനങ്ങളെല്ലാം ഇതിലെയാണ് തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചപ്പാത്തിൽ നിന്നിട്ട് കാണുമ്പോഴത്തേക്കുള്ള ഒരു കാഴ്ചയാണ് ഞാനിതുവരെ കാണിക്കുന്നത്.
പനംകുട്ടി പാലത്തിൽ നിന്നും ഉള്ള ഒരു കാഴ്ചയാണ്. ഈ വെള്ളം വന്ന് ചേരുന്ന ഇടുക്കി ഡാമിൽ നിന്നുള്ള വെള്ളവും അവിടെ വന്ന് ചേരുന്നുണ്ട്. കല്ലാർകുട്ടി ഡാമിലുള്ള വെള്ളവും ഇവിടെ വന്ന് ചേർന്ന് ഈ പനംകുട്ടി പാലത്തിൻ്റെ അടിവശത്ത് കൂടെയാണ് കടന്നു പോകുന്നത്. ഇത് നേരിമംഗല ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ കരിമണൽ ഡാമിൽ ചെന്നിട്ടാണ് ആ വെള്ളം അവിടുത്തെ പവർ ഹൗസിൽ യൂസ് ചെയ്തതിന് ശേഷമാണ് ഇത് നേരിമംഗല ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇതും ഒരു വലിയൊരു പാലമാണ്. ഇവിടെ നിന്നും അനേകം ആൾക്കാർ കാഴ്ചകൾ കാണാനും മറ്റുമൊക്കെ ആയിട്ട് ഇവിടെ വരാറുണ്ട്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. അതുപോലെയുള്ള പ്രത്യേക കാഴ്ചകളാണ് ഈ ഭാഗങ്ങളിലുള്ളത്. ഇവിടെ നമുക്ക് കണ്ണെത്താ ദൂരത്തോളം സ്ഥലം ഇതിങ്ങനെ നിരന്ന് ഈ വെള്ളം ഒഴുകുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതുവരെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എൻ്റെ നന്ദി, നമസ്കാരം.